Very good morning to one and all, and warm welcome to our third online class. Today's our topic is the second and third element of the calculation of gross total income. What are they? Deemed income and the clubbing of income. These are the two topics to be discussed in this session. So, let us start the first topic, that is the deemed income or aggregation of income. Deemed income അല്ലെങ്കിൽ aggregation of income എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്? അതായത് ചില കേസസിൽ some amounts are deemed as income of the SSC although they are not actually in the nature of income. ആക്ച്വലായിട്ട് നമ്മുടെ ഇൻകം അല്ല എന്നുണ്ടെങ്കിലും അത് നമ്മുടെ ഒരു SSCയുടെ ഇൻകമായിട്ട് വന്നു ചേരുകയാണെങ്കിൽ ആ ഇൻകത്തിനെ നമ്മൾ പറയുന്നതാണ് എന്ത്? ഡീംഡ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡീംഡ് ഇൻകത്തിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഇല്ലീഗൽ നോൺ പേയ്മെൻറ്റ് ഓഫ് ഓർ ദ അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ദ ടാക്സ് ഇവേഷൻ എന്ന് പറയും. ടാക്സ് ഇവേഷൻ എന്ന് പറയുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡീംഡ് ഇൻകം എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ ഇവേഷൻ ഓഫ് ടാക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇല്ലീഗൽ ഓഫ് നോൺ പേയ്മെൻറ്റ് ഓർ ദ അണ്ടർ പേയ്മെൻറ്റ് ഓഫ് ദ ടാക്സ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഡീംഡ് ഇൻകം എന്ന് പറയുന്നതും കൂടി നമ്മളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്തൊക്കെയാണ് ഡീംഡ് ഇൻകം ആയിട്ട് വരാനായിട്ട് പോസിബിലിറ്റി ആയിട്ടുള്ള കേസസ് ഏതാണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അതോടൊപ്പം തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനും കൂടി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡീംഡ് ഇൻകം ഫസ്റ്റ് വൺ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ക്യാഷ് ക്രെഡിറ്റ് ആണ്. സെക്ഷൻ 68 ആണ് ഈ ക്യാഷ് ക്രെഡിറ്റിൻ്റെ പ്രൊവിഷൻസിനെ കുറിച്ച് നമുക്ക് പറയുന്നത്, എക്സ്പ്ലനേഷൻ തരുന്നത്. ഓക്കെ, ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് ക്യാഷ് ക്രെഡിറ്റ്. കൂടുതലുള്ളത് നമുക്ക് കിട്ടുന്നതിന് നമ്മൾ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ട് പറയുന്നു. പക്ഷേ ഇവിടെ പറയുന്നത് ഇഫ് എനി സം ഈസ് ഫൗണ്ട് ക്രെഡിറ്റഡ് ഇൻ ദ ബുക്സ് ഓഫ് എൻ SSC ഫോർ ദ പ്രീവിയസ് ഇയറിൽ ഏതെങ്കിലും ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ SSCയുടെ ബുക്കിൽ വരികയാണെങ്കിൽ ഓർ ദ എക്സ്പ്ലനേഷൻ ഗിവൺ ഈസ് നോട്ട് സാറ്റിസ്ഫാക്ടറി, അതിന് തന്നിട്ടുള്ള എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി അല്ല, അത് ഒരു ഇൻകം ടാക്സ് അതോറിറ്റിക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ ദ സം സോ ക്രെഡിറ്റഡ് മേ ബി ചാർജ്ഡ് ടു ഇൻകം ടാക്സ്, ആ എമൗണ്ട് ഇൻകം ടാക്സിൽ നമ്മൾ ചാർജ് ചെയ്യണമെന്നുള്ളതാണ്. അത് പ്രീവിയസ് ഇയറിലുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ചാർജ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ സെക്ഷൻ 68 ക്ലിയർ ആയോ? സെക്ഷൻ 68 എന്ന് പറയുന്നത് ക്യാഷ് ക്രെഡിറ്റ് ആണ്. ഇവിടുത്തെ ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് SSCക്ക് പ്രീവിയസ് ഇയറിൽ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ നമുക്ക് ഒരു ഇൻകം വരികയും ആ ഇൻകത്തിന് കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ സാധിക്കാതിരിക്കുകയും അല്ലെങ്കിൽ കൊടുത്ത എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റിക്ക് ഓതറൈസ്ഡ് പേഴ്സൺ ഓഫ് ദ ഇൻകം ടാക്സ് ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ പറയുന്നതാണ് എന്ത്? ക്യാഷ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അത് സെക്ഷൻ 68 പ്രകാരം ഏത് ഇൻകമായിട്ട് നമ്മൾ കണക്കാക്കണം? ഡീംഡ് ഇൻകമായിട്ട് കണക്കാക്കണം എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സെക്ഷൻ 69 പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഡീംഡ് ഇൻകത്തിൻ്റെ പ്രൊവിഷൻസ് ആണ്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ അൺറെക്കോർഡഡ് ആയിരിക്കാം, അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡ് ആയിരിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് സാധിക്കാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്രൊവിഷൻ ഇഫ് ദ SSC ഹാസ് മെയ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിച്ച് ആർ നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഫോർ വിച്ച് നോ സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ കുഡ് ബി ഓഫേർഡ്. റെക്കോർഡ് ചെയ്തതോ ചെയ്യാത്തതോ ആവാം, അതിന് കറക്റ്റായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ റെക്കോർഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് അത് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ, വാല്യുബിൾ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് എന്തായിട്ട് പറയാം? അക്കോർഡിംഗ് ടു സെക്ഷൻ 69 നമുക്ക് അൺറെക്കോർഡഡ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡീംഡ് ഇൻകമായിട്ട് കണക്കിലെടുക്കണം എന്നുള്ളതാണ് ഇവിടെ പ്രൊവിഷനായിട്ട് പറയുന്നത്. ഓക്കെ, തേർഡ് വൺ, അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് മണി. സെക്ഷൻ 69A. നേരത്തെ പറഞ്ഞ സെക്ഷൻ 69നോട് റിലേറ്റഡ് ആയിട്ടൊരു സെക്ഷൻ തന്നെയാണ് 69A എന്ന് പറയുന്നത്. ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ആവണമെന്ന് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. എനി മണി
അത് അൺറെക്കോർഡഡോ അല്ലെങ്കിൽ അൺഎക്സ്പ്ലെയിൻഡോ ആണെങ്കിൽ അതിനെക്കുറിച്ചുള്ള പ്രൊവിഷൻസ് ആണ് ഡീംഡ് ഇൻകം ആയിട്ട് കണക്കിലെടുക്കണം എന്ന് പറയുന്ന ഒരു എക്സ്പ്ലനേഷനാണ് സെക്ഷൻ 69A പറയുന്നത്. ഇവിടെ പറയുന്നത് ഇഫ് ദ SSC ഈസ് ദ ഓണർ ഓഫ് എനി അൺറെക്കോർഡഡ് മണി, ബുള്ളിയൻ, ജ്വല്ലറി ഓർ വാല്യുബിൾ ആർട്ടിക്കിൾസ്. ഈ മണി എന്ന് പറയുന്നത് കൊണ്ട് ഈക്വലൻ ടു മണിയും കൂടി ഇവിടെ കണക്കിലെടുക്കുന്നത്. ഫിസിക്കൽ മണി മാത്രമല്ല, ആ മണി എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? ആക്ച്വൽ മണി ആവാം, അല്ലെങ്കിൽ ബുള്ളിയനോ ജ്വല്ലറിയോ അല്ലെങ്കിൽ എനി വാല്യുബിൾ അസറ്റിനെ അല്ലെങ്കിൽ വാല്യുബിൾ ആർട്ടിക്കിളിനെ ഇവിടെ മണി എന്ന് പറയുന്ന ടേം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ SSC എന്ന് പറയുന്നത് ഈ അൺറെക്കോർഡഡ് മണി അല്ലെങ്കിൽ ബുള്ളിയൻ അല്ലെങ്കിൽ ജ്വല്ലറി അതിൻ്റെ ഓണർ ആണെങ്കിൽ വിത്തൗട്ട് ഗിവിങ് സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ, ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫൈഡ് എക്സ്പ്ലനേഷൻ കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ സച്ച് മണി ഈസ് ഡീംഡ് ടു ബി ഡീംഡ് ഇൻകം. ആ ഡീംഡ് മണീനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കും. നെക്സ്റ്റ് വൺ 69B. ഇതും നേരത്തെ പറഞ്ഞ സെക്ഷൻ 69നോട് റിലേറ്റഡ് ആണ്. എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. സെക്ഷൻ 69 പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൺറെക്കോർഡഡ് ആൻഡ് അൺഎക്സ്പ്ലെയിൻഡ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കേസിലാണ്. 69Bയിൽ ഇവിടെ പറയുന്നത് എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ട് ഫുള്ളി ഡിസ്ക്ലോസ്, മുഴുവനായിട്ട് ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല, കുറച്ച് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതേസമയം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ മുഴുവനായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാത്ത ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എമൗണ്ടിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 69Bയിൽ പറയുന്നത്. ഇഫ് ദ SSC ഹാസ് മെയ്ഡ് എനി ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് പ്രോപ്പർലി റെക്കോർഡഡ്, റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്ങനെ റെക്കോർഡ് ചെയ്തിട്ടില്ല? പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദ വാല്യൂ ഓഫ് സച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എ ഡീംഡ് ഇൻകം. അങ്ങനെയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വരുന്ന തുകയെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? ഡീംഡ് ഇൻകം ആയിട്ട് ആ പ്രീവിയസ് ഇയറിൽ നമ്മൾ കണക്കാക്കുന്നതാണ്. നെക്സ്റ്റ് വൺ 69C. അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്തിട്ടുണ്ട്. ആ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? അൺഎക്സ്പ്ലെയിൻഡ് എക്സ്പെൻഡിച്ചർ ആണ്. So, according to section 69C, if the SSC has made any expenditure and is unable to give proper explanation, കറക്റ്റായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് SSCക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ റിഗാർഡിംഗ് ദ സോഴ്സ്, അത് ആ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഫണ്ടിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ സാധിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൊടുത്ത എക്സ്പ്ലനേഷൻ സാറ്റിസ്ഫാക്ടറി അല്ല എന്നുണ്ടെങ്കിൽ സച്ച് എക്സ്പെൻഡിച്ചർ വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് ഇൻകം ഓഫ് ദ SSC. അങ്ങനെയാണെങ്കിൽ ആ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? SSCയുടെ ഡീംഡ് ഇൻകം ആയിട്ട് കണക്കിലെടുക്കേണ്ടതാണ്. നെക്സ്റ്റ് വൺ ഹുണ്ടി, ബോറോവൽസ് ആൻഡ് ദ റീപേയ്മെൻറ്റ്. സെക്ഷൻ 69D എന്ന് പറയുന്നത്. ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഹുണ്ടി എന്താണെന്ന് അറിയണം. ഹുണ്ടി നിങ്ങൾ എനിക്ക് തോന്നുന്നു +1 തുടങ്ങി പഠിച്ചിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചിന് പറയുന്ന ഒരു പേരാണ് ഹുണ്ടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഹുണ്ടീനെ നമുക്ക് എന്തായിട്ട് പറയാം? ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാൻസ്ഫറിങ് മണി ഫ്രം വൺ പേഴ്സൺ ടു അനദർ. ഒരാളിൽ നിന്ന് വേറൊരാളിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹുണ്ടി എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് യൂസ് ചെയ്യുന്നത്. ക്രെഡിറ്റ് ആയിട്ടുള്ള ട്രേഡ് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹുണ്ടി എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ ട്രഡീഷണൽ പീരീഡിൽ യൂഷ്വലായിട്ട് അല്ലെങ്കിൽ പോപ്പുലറായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ സെക്ഷൻ 69Dയിൽ പറയുന്ന കാര്യം ഹുണ്ടി, ബോറോവൽസ് ആൻഡ് റീപേയ്മെൻറ്റ്സ്, ഹുണ്ടി ഉപയോഗിച്ചുകൊണ്ടുള്ള കടമെടുക്കുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് സെക്ഷൻ 69Dയിൽ പറയുന്നത്. ഇതെങ്ങനെയാണ് ഡീംഡ് ഇൻകം ആയിട്ട് വരുന്നത് എന്നുള്ളത് നോക്കാം. ദ ബോറോവൽസ് ഓൺ ഹുണ്ടി ആൻഡ് ദ റീപേയ്മെൻറ്റ്സ് ദെയർ ഓഫ് മസ്റ്റ് ബി മെയ്ഡ് ബൈ അക്കൗണ്ട് പേയി ചെക്സ്. ഈ ഹുണ്ടിയുടെ ബോറോവൽ ആയാലും അതുപോലെ തന്നെ റീപേയ്മെൻ്റ് ആയാലും എങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ? അക്കൗണ്ട് പേയി ചെക്ക് ആയിട്ട് മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതങ്ങനെ അക്കൗണ്ട് പേയി ചെക്ക് അല്ലാതെ നമ്മൾ ഹുണ്ടിയുടെ ബോറോവൽസോ അല്ലെങ്കിൽ റീപേയ്മെൻറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതർവൈസ് ദ എമൗണ്ട് സോ ബോറോവ്ഡ് ഓർ റീപെയ്ഡ് വിൽ ബി ട്രീറ്റഡ് ആസ് എ ഡീംഡ് ഇൻകം. അപ്പോൾ അക്കൗണ്ട് പേയി ചെക്ക് അല്ലാതെ ഹുണ്ടിയുടെ ബോറോവലോ റീപേയ്മെൻറ്റോ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ SSC എന്തായിരിക്കണം? അത് ഡീംഡ് ഇൻകം ആയിട്ട് കണക്കാക്കണം. ഇത്രയും 6 എക്സാമ്പിളാണ് സെക്ഷൻ 68 തുടങ്ങിയിട്ട്
69 ABCD ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ടാക്സേഷൻ ഓഫ് ഡീംഡ് ഇൻകം. നമുക്ക് ഡീംഡ് ഇൻകം എന്താണെന്നും അതിലേതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു ബേസിസിൽ തന്നെ നമ്മൾ നെക്സ്റ്റ് എടുക്കേണ്ടത് ഇതിൻ്റെ ടാക്സ് കാൽക്കുലേഷൻ. ഡീംഡ് ഇൻകം ആണെങ്കിൽ എങ്ങനെയാണ് ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊവിഷൻസ് തരുന്ന സെക്ഷൻ 115 BBE 115 BBE ആണ് നമ്മുടെ ടാക്സേഷൻ ഓഫ് ഡീംഡ് ഇൻകത്തിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് തരുന്നത്. രണ്ട് കാര്യമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഡീംഡ് ഇൻകം ആണെങ്കിൽ ഇൻകം ടാക്സ് അറ്റ് ദ റേറ്റ് ഓഫ് 60% ആൻഡ് ദ സർചാർജ് 25% ആൻഡ് ദ സെസ് 4%. അതാണ് ഡീംഡ് ഇൻകത്തിൻ്റെ ടാക്സ് റേറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഇൻകം ടാക്സ് 60%, സർചാർജ് 25%, സെസ് 4%. ഓക്കെ, ഇനി ഡീംഡ് ഇൻകം അല്ല ബാക്കി അതിന് പുറമെ മറ്റുള്ള ഇൻകം ഉണ്ടെങ്കിൽ ബാലൻസ് ഓഫ് ഇൻകംസ് ആസ് പെർ ദ ജനറൽ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട്, ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ് ഡീംഡ് ഇൻകം ഒഴിച്ച് ബാക്കി എല്ലാ ഇൻകത്തിൻ്റെയും ടാക്സ് കാൽക്കുലേഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ സെക്ഷൻ 115 BBE ക്ലിയർ ആയില്ല എല്ലാവർക്കും? ഇത്രയും നോക്കണ്ടോ? പ്രൊവിഷൻസ്, റേറ്റ് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക. ഡീംഡ് ഇൻകം ആണെങ്കിൽ ഇൻകം ടാക്സ് റേറ്റ് 60%, സർചാർജ് 25%, സെസ് 4%. ഓക്കെ, ബാലൻസ് ജനറൽ റൂൾ പ്രകാരം തന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. സെക്കൻഡ് ടോപ്പിക്കാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ക്ലബിംഗ് ഓഫ് ഇൻകം ആണ്. നമുക്ക് 5 സോഴ്സ് ഓഫ് ഇൻകം ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ് ഓഫ് ഇൻകം. അതിന് പുറമെ നമ്മളൊരു അഗ്രികൾച്ചറൽ ഇൻകം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്ലബിംഗ് ഓഫ് ഇൻകം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് ഈ എല്ലാ ഇൻകം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ക്ലബ് ചെയ്യണം. ഇവിടെ നമുക്ക് ചില പ്രൊവിഷൻസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതായത് ഇൻകം എന്ന് പറയുന്നതിൽ ജനറൽ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നതിൽ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് അതർ പേഴ്സൺസ് ഇൻകം നമുക്ക് നമ്മളിൽ ഈ SSCയിൽ വന്നു ചേരുമ്പോഴാണ് ഈ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതായത് നേരത്തെ പറഞ്ഞ 5 സോഴ്സ് ഓഫ് ഇൻകത്തിൽ ഏതെങ്കിലും ഒരു ഇൻകം വേറൊരാളുടെ നമ്മളായിട്ടുള്ള ഒരു SSCയിൽ വന്നു ചേരുകയാണെങ്കിൽ അപ്പോഴാണ് അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നത്? ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അതായത് ഇൻകംസ് ഓഫ് അതർ പേഴ്സൺസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ടോട്ടൽ ഇൻകം. ആ ഒരു കാറ്റഗറിയാണ് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡീംഡ് ഇൻകം പഠിച്ച പോലെ തന്നെ ഏതൊക്കെ ഇൻകം ആണ് ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് വന്നു ചേരുക എന്നുള്ളത് കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതാണ്. എന്നുണ്ടെങ്കിലും ഒന്നും കൂടി നമ്മൾ റിവൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 60 ആണ്, ട്രാൻസ്ഫർ ഓഫ് ഇൻകം വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. സെക്ഷൻ 60 പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻകം നമുക്ക് അറൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിത്തൗട്ട് ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ തന്നെ ആ അസറ്റിൽ നിന്ന് ഉണ്ടാകുന്ന ഇൻകം SSCക്ക് വന്നു ചേരുന്ന ഒരു കേസാണ് സെക്ഷൻ 60യിൽ പറയുന്നത്. ഇഫ് എ പേഴ്സൺ ട്രാൻസ്ഫേഴ്സ് to another person the income from an asset without transferring the ownership of the asset, ആ അസറ്റിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാതെ അതിൻ്റെ ഇൻകം വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെക്ഷനാണ് സെക്ഷൻ 60യിൽ പറയുന്നത്. The income from such asset shall be deemed to be the income of the transferor. ആരാണോ ട്രാൻസ്ഫറർ അദ്ദേഹത്തിൻ്റെ ഇൻകം ആയിട്ട് അത് കണക്കാക്കും. ക്ലിയർ ആയോ? ഒരു അസറ്റ് ഒരാൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അസറ്റിൽ നിന്ന് അറൈസ് ചെയ്യുന്ന ഇൻകം ആരാണ് ടാക്സബിളായിട്ട് കണക്കാക്കേണ്ടത്? ട്രാൻസ്ഫറർ തന്നെയാണ് ടാക്സബിൾ ഇൻകം ആയിട്ട് കണക്കാക്കേണ്ടത് എന്നുള്ളതാണ് സെക്ഷൻ 60 പറയുന്നത്. നെക്സ്റ്റ് വൺ, റിവോക്കബിൾ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്, സെക്ഷൻ 61. സെക്ഷൻ 61 പറയുന്നത് റിവോക്കബിൾ ട്രാൻസ്ഫർ. എന്താണ് ഈ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്? ഇറ്റ് മീൻസ് ട്രാൻസ്ഫർ വിത്ത് പവർ ടു ടേക്ക് ബാക്ക് ദ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് തിരിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ആദ്യത്തെ കേസിൽ സെക്ഷൻ 60യിൽ പറഞ്ഞത് നമുക്ക് എക്സാമ്പിൾ ലീസ് പറയാവുന്നതാണ്. അതായത് ലീസ് മൂലം ഒരു അസറ്റ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നു, അതിൽ നിന്നുള്ള ഇൻകം ആർക്ക് വരുന്നു? ട്രാൻസ്ഫറർക്ക് വരുന്നു. ഇവിടെ എന്ന് പറയുന്നത് അതിൻ്റെ പവർ തിരിച്ചെടുക്കാനുള്ള ഒരു അതോറിറ്റി വരുന്നുണ്ട്. ഇപ്പോൾ ഹൈപ്പോത്തിക്കേഷൻ ആണെന്ന് വിചാരിക്കുക.
ഒരു അസറ്റ് ഹൈപ്പോത്തിക്കേഷൻ മൂലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഡീഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഓണർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അസറ്റ് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ റിവോക്കബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ വിത്ത് പവർ ടു ടേക്ക് ബാക്ക് ദ അസറ്റ്, അതിനെയാണ് നമ്മളിവിടെ റിവോക്കബിൾ അസറ്റായിട്ട് പറയുന്നത്. So any income arises to any person as a result of the revocable transfer of asset, it shall be treated as the income of the transferor. അപ്പോഴും ആരുടെ ഇൻകം ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്? ട്രാൻസ്ഫററുടെ ഇൻകം ആയിട്ടാണ് ഇത് കണക്കാക്കുന്നത്. അപ്പോൾ സെക്ഷൻ 60ലും 61ലും ആരാണോ ട്രാൻസ്ഫറർ അദ്ദേഹത്തിൻ്റെ ഇൻകം ആയിട്ട് ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ നമ്മൾ എടുക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻകം ഓഫ് ദ സ്പൗസ്. ആരാണ് ഈ സ്പൗസ് എന്ന് പറയുന്നത്? ഇതും കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹു ഈസ് ദ പാർട്ട്ണർ? ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് പറയുകയാണെങ്കിൽ വൈഫ്. അപ്പോൾ വൈഫ് ആൻഡ് ഹസ്ബൻഡ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പങ്കാളി എന്ന് അല്ലെങ്കിൽ പാർട്ട്ണർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകം ഓഫ് ദ സ്പൗസിനെ കുറിച്ച് ക്ലബിംഗ് ഓഫ് ഇൻകം റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻ പറയുന്നത് സെക്ഷൻ 64(1) സബ്സെക്ഷൻ 2 ആണ്. ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് സ്പൗസ് മീൻസ് ഹസ്ബൻഡ് ഓർ വൈഫ്. Okay, the following income of the spouse of an individual shall be included in the total income. Total income income of the spouse കൂടിയും ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ ഇൻകം ഓഫ് ദ സ്പൗസ് by way of salary, commission, fees or any other forms of remuneration from a concern in which such individual has substantial interest. ഇവിടെ ഇൻകം ഓഫ് ദ സ്പൗസ് എന്ന് പറയുന്നത് എന്താണ്? ബൈ വേ ഓഫ് എങ്ങനെയൊക്കെ ആവാം? സാലറി ആവാം, കമ്മീഷൻ ആവാം, ഫീസ് ആവാം, അല്ലെങ്കിൽ എനി അതർ ഫോം ഓഫ് റെമ്യൂണറേഷൻ, ഏതെങ്കിലും ഒരു റെമ്യൂണറേഷൻ്റെ ഫോമിൽ വരികയാണെങ്കിൽ ഫ്രം എ കൺസേൺ ഇൻ വിച്ച് സച്ച് ഇൻഡിവിജ്വൽ ഹാസ് എ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ്. ആ പേഴ്സണ് എന്തെങ്കിലും തരത്തിലുള്ളൊരു സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ടോട്ടൽ ഇൻകത്തിലെ ക്ലബിംഗ് ഓഫ് ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യും. If an asset excluding house property നമ്മൾ ഇൻക്ലൂഡ് ചെയ്യില്ല, ഹൗസ് പ്രോപ്പർട്ടി ഒഴിച്ചിട്ടുള്ള ബാക്കിയുള്ള അസറ്റ് ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ടു ഹിസ് ഓർ ഹെർ സ്പൗസ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ഒരു ഇൻഡിവിജ്വല് വേറൊരു ഇൻഡിവിജ്വലിന്, അതാ എങ്ങനെയുള്ള ഇൻഡിവിജ്വൽ ആയിരിക്കണം? ഹിസ് ഓർ ഹെർ സ്പൗസ്, അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ അവളുടെയോ, അവൻ്റെയോ അവളുടെയോ പാർട്ട്ണർക്കാണ് വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ദ ഇൻകം ഫ്രം സച്ച് അസറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫററുടെ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യുകയും വേണം. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇൻകം ഓഫ് ദ സ്പൗസ് സെക്ഷൻ 64 സബ്സെക്ഷൻ 1(2) പറയുന്ന കാര്യം എന്താണ്? ഇൻകം ഓഫ് ദ സ്പൗസ് എന്ന് പറയുന്നത് സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അത് സാലറിയോ കമ്മീഷനോ ഫീസോ അല്ലെങ്കിൽ എനി മോഡ് ഓഫ് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കേസിൽ പറയുന്നത് ഹൗസ് പ്രോപ്പർട്ടി ഒഴിച്ചിട്ടുള്ള അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് വിത്തൗട്ട് എനി കൺസിഡറേഷൻ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ സ്പൗസ് ഹിസ് ഓർ ഹെർ സ്പൗസിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ ട്രാൻസ്ഫററുടെ ഇൻകം ആയിട്ടാണ് ആ അസറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഇൻകം ഓഫ് ഡോട്ടർ ഇൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മരുമകള്. ദാറ്റ് ഈസ് സെക്ഷൻ 64 സബ്സെക്ഷൻ 1(4) ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇഫ് എൻ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫേഴ്സ് അസറ്റ് ആഫ്റ്റർ 31st May 1973, ക്ലിയർ ഡേറ്റ് പറയുന്നുണ്ട്, എല്ലാവരും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. 31/5/1973 ശേഷമാണ് ഇൻഡിവിജ്വൽ ഈ അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് ആഡിക്വേറ്റ് കൺസിഡറേഷൻ, പ്രത്യേകിച്ച് ഒരു കൺസിഡറേഷൻ ഇല്ലാതെ ടു ഹിസ് സൺസ് വൈഫ്, മകൻ്റെ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എനി ഇൻകം അറൈസിങ് ഫ്രം സച്ച് അസറ്റ് ഷാൽ ബി included in the total income of the transferor. ആരാണോ ട്രാൻസ്ഫറർ അദ്ദേഹത്തിൻ്റെ ഇൻകം ആയിട്ട് വരും. അപ്പോൾ ഞാൻ വീണ്ടും പറയാം, 31/5/1973 ശേഷം കൺസിഡറേഷൻ ഒന്നും വാങ്ങാതെ ഏതെങ്കിലും ഒരു അസറ്റ് മകൻ്റെ ഭാര്യയ്ക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിൽ വരുന്ന ഇൻകം എന്ന് പറയുന്നത് ആരാണ് കൊടുക്കേണ്ടത്? ട്രാൻസ്ഫറർ ആരാണോ അദ്ദേഹമാണ് എലിജിബിൾ ടു പേ ദ ടാക്സ്. ഓക്കെ, next one, transfer of asset to other person or association of persons for the benefit of spouse, section 64 subsection 1(7). okay, ഇവിടെ പറയുന്നത് എന്താണ്? according to section 64 subsection 1(7) പറയുന്നത്
ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ആർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം? വേറൊരാൾക്കോ അല്ലെങ്കിൽ AOP, അസോസിയേഷൻ ഓഫ് പേഴ്സണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? ഫോർ ദ ബെനിഫിറ്റ് ഓഫ് സ്പൗസ്. സ്പൗസിന് വേണ്ടിയിട്ട്, സ്പൗസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് വേറൊരാൾക്കോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണോ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെന്ത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം? അസറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അവിടെ സെക്ഷൻ അല്ലെങ്കിൽ പ്രൊവിഷൻ തരുന്നത് സെക്ഷൻ 64 സബ്സെക്ഷൻ 1(7) ആണ്. If an individual transfers an asset without adequate consideration to some other person or AOP for the benefit of spouse, any income arising from such asset will be included in the income of the transferor to the extent it is the benefit of the spouse. സ്പൗസിൻ്റെ ബെനിഫിറ്റിനാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രം അണ്ടർലൈൻ ചെയ്ത് വയ്ക്കുക. സ്പൗസിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു അസറ്റ് വേറൊരാൾക്കോ അല്ലെങ്കിൽ എനി അതർ AOP, ഏതെങ്കിലും ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സണ് വിത്തൗട്ട് എനി കൺസിഡറേഷൻ ആയിട്ട് അല്ലെങ്കിൽ വിത്തൗട്ട് ആഡ്വക്കേറ്റ് കൺസിഡറേഷൻ, ആവശ്യത്തിന് ഒരു കൺസിഡറേഷൻ വാങ്ങാതെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയും ആ അസറ്റിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ ആരാണ് ഇവിടെ ടാക്സ് അടയ്ക്കേണ്ടത്? ട്രാൻസ്ഫർ തന്നെയായിരിക്കും. ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ആ അണ്ടറിൽ നമ്മൾ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് അസറ്റ് ടു എ പേഴ്സൺ ഓർ അസോസിയേഷൻ പേഴ്സൺ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഹിസ് സൺസ് വൈഫ്. നേരത്തെ പറഞ്ഞ ക്ലോസിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. സെക്ഷൻ 64 സബ്സെക്ഷൻ 1(8) ആണ് ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ തരുന്നത്. ഈ ബെനിഫിറ്റ് ആർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്? മകൻ്റെ ഭാര്യയ്ക്ക് കിട്ടാൻ വേണ്ടി, ഡോട്ടർ ഇൻ ലോയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു അസറ്റ് വേറൊരാൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു AOPക്കോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 1(8) പറയുന്നത്. So income from such asset will be included in the income of the transferor to the extent it is for the benefit of son's wife. Daughter in lawക്ക് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ആരാണ് പേയബിൾ ടു ടാക്സ്? ആരുടെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം? അത് ട്രാൻസ്ഫററുടെ ടോട്ടൽ ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്ഷൻ 64 സബ്സെക്ഷൻ 1 ആണ്. ഇൻകം ഫ്രം ബിസിനസ്. ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇൻകം ആണെങ്കിൽ എങ്ങനെയാണ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ക്ലബിംഗ് ഓഫ് ഇൻകത്തിൽ ഇൻക്ലൂഡ് വരുന്നത്? According to section 64 subsection 1, if an individual transfers any asset to the spouse or son's wife and such assets are invested by the transferee in any business, the proportionate income from such business will be treated as an income of the transferor. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു അസറ്റ് സ്പൗസിനോ ഡോട്ടർ ഇൻ ലോയ്ക്കോ ആണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ട്രാൻസ്ഫറി ഈ അസറ്റ് വേറെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ദ പ്രൊപ്പോർഷനേറ്റ് ഇൻകം ഫ്രം സച്ച് ബിസിനസ്, ആ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന പ്രൊപ്പോർഷനേറ്റ് ഇൻകം ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് കണക്കാക്കാം. ഞാൻ വീണ്ടും പറയാം, ഒരു ഇൻഡിവിജ്വൽ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള അസറ്റ് അത് ആർക്കായിരിക്കണം ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്? സ്പൗസിനോ ഡോട്ടർ ഇൻ ലോയ്ക്കോ മകൻ്റെ ഭാര്യയ്ക്കോ ആണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ അസറ്റ് ട്രാൻസ്ഫറി എന്ന് പറയുന്നത് ആരാണ്? സ്പൗസ് അല്ലെങ്കിൽ ഡോട്ടർ ഇൻ ലോ. അവരെന്ത് ചെയ്തിരിക്കണം? ഒരു ബിസിനസ്സിൻ്റെ ഉപയോഗത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻകം, പ്രൊപ്പോർഷനേറ്റ് ഇൻകം ആരുടെ ഇൻകം ആയിട്ട് കണക്കാക്കണം? ട്രാൻസ്ഫറുടെ ഇൻകം ആയിട്ട് കണക്കാക്കണം എന്നുള്ളതാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 1 പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് വൺ സെക്ഷൻ 64(1)(a) ആണ് പറയുന്നത്. ദാറ്റ് ഈസ് ദ ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ്. മൈനർ ചൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? മേജർ ആവാത്ത ആൾ. അതായത് നമുക്ക് 18 വയസ്സിന് താഴെ ഉള്ള ഒരാളെ നമുക്ക് എന്തായിട്ട് പറയാം? മൈനർ ചൈൽഡായിട്ട് പറയാം. സോ the income of a minor child other than physically or mentally handicapped minor child, അതായത് ഫിസിക്കലി മെൻ്റലി ഹാൻഡിക്കാപ്ഡ് ആയിട്ടുള്ള മൈനർ ചൈൽഡിനെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അല്ലാത്ത മൈനർ ചൈൽഡിനെ മാത്രമേ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ പാരൻറ്റ് ആസ് ഷോൺ ബിലോ ഇഫ് ദ ഇൻകം ഈസ് നോട്ട് ഏൺഡ് ഔട്ട് ഓഫ് ഹിസ് സ്കിൽ. ഈ മൈനർ ചൈൽഡ് അവരുടെ ഒരു കഴിവ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇൻകം അല്ലെങ്കിൽ
ആ ഇൻകം, മൈനർ ചൈൽഡിൻ്റെ ഇൻകം ആരിലാണ് വന്നു ചേരുന്നത്? ആരാണോ അദ്ദേഹത്തെ ആ മൈനർ ചൈൽഡിൻ്റെ പാരൻറ്റ് അവരുടെ ഒരു ഇൻകം ആയിട്ട് കണക്കാക്കണം. അവിടെ വരുന്നത് where the marriage of his parents subsists in the income of that parent whose total income is greater. ഈ പാരൻ്റ് എന്ന് പറയുന്നത് ആരെയാണ് കണക്കാക്കുന്നത്? where the marriage of his parents subsists, ആ മൈനർ ചൈൽഡിൻ്റെ പാരൻസിൻ്റെ വിവാഹം എന്ന് പറയുന്നത് ലീഗലായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ in the income of that parent whose total income is greater, ആരുടെ ഇൻകം ആണോ അവിടെ കൂടുതലായിട്ട് നിൽക്കുന്നത് അതിലാണ് ആ മൈനർ ചൈൽഡിൻ്റെ ഇൻകം ആഡ് ചെയ്യേണ്ടത്. അതേസമയം where the marriage of his parents does not subsist, ഇപ്പോൾ നിലവിൽ അവരുടെ പാരൻസിൻ്റെ മാരേജ് എന്ന് പറയുന്നത് ലീഗലി നിലനിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ in the income of the parent who maintains the child in the previous year, അത് ആ പാരൻ്റ്, ഏത് പാരൻ്റാണോ ഈ മൈനർ ചൈൽഡിനെ നോക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ആ പ്രീവിയസ് ഇയറിൽ ആരാണോ അദ്ദേഹത്തിൻ്റെ ആ മൈനർ ചൈൽഡിൻ്റെ ലോക്കൽ ഗാർഡിയൻ, ആ ആളായിരിക്കും ഇവിടെ പാരൻ്റായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. അതായത് മൈനർ ചൈൽഡ് എന്ന് പറയുമ്പോൾ എങ്ങനെയുള്ളവരെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്? അതർ ദാൻ ഫിസിക്കലി മെൻ്റലി ഹാൻഡിക്യാപ്ഡ് മൈനർ ചൈൽഡ് ആണെങ്കിൽ ഒഴിവാക്കിക്കൊണ്ടാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 1A പറയുന്നത്. അതിൽ മൈനർ ചൈൽഡിൻ്റെ സ്കില്ലിനെ ബേസ് ചെയ്തിട്ടല്ലാതെ എന്തെങ്കിലും ഇൻകം ഉണ്ടെങ്കിൽ അത് ആരുടെ ഇൻകത്തിൽ ആഡ് ചെയ്യേണ്ടതാണ്? പാരൻറ്റിൻ്റെ ഇൻകത്തിൽ ആഡ് ചെയ്യേണ്ടതാണ്. ഈ പാരൻ്റ് എന്ന് പറയുന്ന ആളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് റെക്കഗ്നൈസ് ചെയ്യണമെങ്കിൽ അതെന്തിൻ്റെ ബേസിസിലാണ്? ആ പാരൻസിൻ്റെ മാരേജ് എന്ന് പറയുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ എന്നുള്ളതാണ്. ലീഗലായിട്ട് ഇപ്പോഴും അവരുടെ മാരേജ് സബ്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ആർക്കാണോ കൂടുതൽ ഇൻകം വരുന്നത് അവരിലായിരിക്കും ഈ മൈനർ ചൈൽഡിൻ്റെ ഇൻകം കൂടിയും ആഡപ്പ് ചെയ്യുക. അതേസമയം ഇപ്പോൾ ആ മാരേജ് നിലനിൽക്കുന്നില്ലെങ്കിൽ, സബ്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആരാണോ ആ പ്രീവിയസ് ഇയറിൽ മൈനർ ചൈൽഡിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് ആ പേരൻറ്റിൻ്റെ ഇൻകത്തിൽ നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, ഇതിൽ ഒരു പ്രത്യേക കാര്യം കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ടതുണ്ട്. വെൻ ദ ഇൻകം ഓഫ് എ മൈനർ ചൈൽഡ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ പാരൻറ്റ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു എക്സംഷൻ അപ് ടു ₹1,500 പെർ മൈനർ ചൈൽഡ് അണ്ടർ സെക്ഷൻ 1032. ഇത് കഴിഞ്ഞ സെമ്മിൽ നമ്മൾ സെക്ഷൻ 10 എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ തന്നെ പഠിച്ചിട്ടുണ്ട്. അതിൽ സെക്ഷൻ 1032 പ്രകാരം ഒരു പാരൻറ്റിന് മൈനർ ചൈൽഡിൻ്റെ ഇൻകം നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ 1500 ഒരു കുട്ടിക്ക് വെച്ചിട്ട് നമുക്ക് എക്സംഷൻ അപ്ലൈ ചെയ്യാവുന്നതാണ്. ആർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റാവുന്നത്? ആരാണോ പാരൻറ്റ്, ആ പാരൻറ്റിന് 1500 രൂപ ഒരു മൈനർ ചൈൽഡിനെ വെച്ച് അണ്ടർ സെക്ഷൻ 1032 പ്രകാരം നമുക്ക് എക്സംഷൻ ഉണ്ട്. അതൊന്നും എല്ലാ സ്റ്റുഡൻസും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. നെക്സ്റ്റ് വൺ, ട്രാൻസ്ഫർ ഓഫ് ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടി ഓഫ് ഓർ സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി ടു എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രോപ്പർട്ടി അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി, സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുള്ളതായിരിക്കാം ടു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി. ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള സെക്ഷനാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 2. ഓക്കെ, ഇവിടെ when an individual transfers his property to the property of a Hindu undivided family, അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ടു വിച്ച് ഹീ ഈസ് എ മെമ്പർ. ആ ഇൻഡിവിജ്വൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലെ ഒരു മെമ്പർ ആണെങ്കിൽ ദ ഇൻകം ഓഫ് സച്ച് എ പ്രോപ്പർട്ടി ഷാൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻകം ഓഫ് ദ ട്രാൻസ്ഫറർ. അങ്ങനെയാണെങ്കിലും ട്രാൻസ്ഫററുടെ ഇൻകത്തിലാണ് അതിൻ്റെ ഇൻകം ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഒന്നും കൂടി സമ്മറൈസ് ചെയ്ത് പറയാം. ഒരു ഇൻഡിവിജ്വൽ അദ്ദേഹം ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ മെമ്പർ ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടി, സെൽഫ് അക്വയർഡ് പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ നേരത്തെ കിട്ടിയിട്ടുള്ള പ്രോപ്പർട്ടിയോ ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഈ ട്രാൻസ്ഫറർ മെമ്പർ ആയിരിക്കണം. ആ ട്രാൻസ്ഫർ ചെയ്ത പ്രോപ്പർട്ടിയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടുകയാണെങ്കിൽ ആ ഇൻകം ട്രാൻസ്ഫറുടെ ഇൻകമായിട്ട് ആഡപ്പ് ചെയ്യണം എന്നുള്ളതാണ് സെക്ഷൻ 64 സബ്സെക്ഷൻ 2 പറയുന്നത്.
ആൻഡ് ദ ലാസ്റ്റ് വൺ ബിനാമി ട്രാൻസാക്ഷൻ. എന്താണ് ഈ ബിനാമി എന്ന് വെച്ചാൽ? അനോണിമസ് ആയിട്ടുള്ള ട്രാൻസാക്ഷനെയാണ് നമ്മൾ ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അത് ക്ലിയർ ആയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത്, ഒരു ഡമ്മി പേഴ്സൻ്റെ പേരിൽ ട്രാൻസാക്ഷൻ നടത്തുന്നതിന് നമുക്ക് എന്തായിട്ട് പറയാം? ബിനാമി ട്രാൻസാക്ഷൻ എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് അനോണിമസ് എന്ന് പറയുന്നത്. When a person enters into a transaction in the name of another person to avoid tax, it will be treated as a ബിനാമി ട്രാൻസാക്ഷൻ. അപ്പോൾ ബിനാമി ട്രാൻസാക്ഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിക്കുക. ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ബിനാമി ട്രാൻസാക്ഷൻ? അപ്പോൾ വെൻ എ പേഴ്സൺ എൻറ്റേഴ്സ് ഇൻ ടു ട്രാൻസാക്ഷൻ, ഏതെങ്കിലും ഒരാൾ ഒരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യുക ഇൻ ദ നെയിം ഓഫ് അനദർ പേഴ്സൺ, വേറൊരു പേഴ്സണ് വേണ്ടിയിട്ടാണ് ഈ ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് എന്താണ്? ടു അവോയ്ഡ് ടാക്സ്. ടാക്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് പകരം വേറൊരാൾ ഒരു ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ബിനാമി ട്രാൻസാക്ഷൻ. And the income of that transaction is treated as income of the real person. ആരാണോ ഇതിലത്തെ റിയൽ പേഴ്സൺ, ആ പേഴ്സൺ ആയിരിക്കും അതിൽ വരുന്ന ടാക്സ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇൻകത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൾമോസ്റ്റ് ഞാൻ തിയറി പറഞ്ഞങ്ങടെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇന്ന് ചെറിയൊരു 2 ടോപ്പിക്കിൻ്റെ തിയറിയെ പറഞ്ഞിട്ടുള്ളൂ. ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള 2 എലമെൻറ്റ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും എലമെൻ്റ് ആയിട്ടുള്ള ഡീംഡ് ഇൻകം, അതുപോലെ തന്നെ ക്ലബിംഗ് ഓഫ് ഇൻകം എന്ന് പറയുന്ന 2 കാറ്റഗറിയുടെ പ്രൊവിഷൻസ് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയൊരു പ്രോബ്ലം ആദ്യം ഡിസ്കസ് ചെയ്യാണ്, പിന്നെ ഒരു വലിയ പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്തിട്ട് വേണം ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിക്കോളൂ. പേജ് നമ്പർ 19 നമുക്ക് ഇൻകം തന്നിട്ടുണ്ട്. ഒരു ഫാമിലിയുടെ ഇൻകം ആണ് തന്നിട്ടുള്ളത്. വിജയൻ ഫ്രം ബിസിനസ് 3 ലക്ഷം ഉണ്ട്. മിസ്സിസ് വിജയൻ ഫ്രം എംപ്ലോയ്മെൻറ്റ് 2 ലക്ഷം ഉണ്ട്. മൈനർ സൈൻ ഓഫ് വിജയൻ 10,000 ഉണ്ട്. മൈനർ ഡോട്ടർ ഓഫ് വിജയൻ 6000 രൂപയുണ്ട്. കമ്പ്യൂട്ട് ഇൻകം ഓഫ് മിസ്റ്റർ വിജയൻ. മിസ്റ്റർ വിജയൻ്റെ ഇൻകം ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് 3 ലക്ഷം എടുക്കാം. ഇവിടെ മൈനർ സൺ എന്ന് പറയുന്നത് നമുക്ക് ആരുടെ ആണെന്ന് ഒന്നും പറയാത്തത് കൊണ്ട് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇൻകം ഫ്രം വിജയനിൽ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിജയൻ്റെ ഇൻകം ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മിസ്സിസ് വിജയൻ്റെ ഇൻകം നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. മിസ്സിസ് വിജയൻ ടാക്സ് അടയ്ക്കുന്ന ആളാണോ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മൈനർ സണ്ണിൻ്റെയും മൈനർ ഡോട്ടറിൻ്റെയും മാത്രമേ നമ്മളിവിടെ എടുക്കുന്നുള്ളൂ. അപ്പോൾ വിജയൻ്റെ ഇൻകം എന്ന് പറയുന്ന മെയിൻ സോഴ്സ് ഓഫ് ഇൻകം എന്താണ്? ഇൻകം ഫ്രം ബിസിനസ് ആണ് 3 ലക്ഷം. ഓക്കെ, ഇതിൽ ഇൻകം ഫ്രം മൈനർ സൺ 2 പേർക്കും നമുക്ക് 1500 രൂപ വീതം എക്സംഷൻ കിട്ടുമെന്നുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആസ് പെർ സെക്ഷൻ 1032. ഓക്കെ, ഈ മൈനർ സണ്ണിൻ്റെ ഇവിടുത്തെ ഇൻകം എന്ന് പറയുന്നത് 10,000 രൂപയാണ്. അതിൽ 1500 രൂപ കുറച്ചുകൊണ്ട് 8500 രൂപ വിജയൻ്റെ ഇൻകത്തിൽ ആഡ് ചെയ്യണം. അതുപോലെ തന്നെ മൈനർ ഡോട്ടറുടെ 6000 രൂപയിൽ 1500 രൂപ നമുക്ക് സെക്ഷൻ 1032 പ്രകാരം എക്സംഷൻ ഉണ്ട്. ബാക്കിയുള്ള 4500 രൂപയും എന്താണ്? ടാക്സബിൾ ഇൻകം ആയിട്ട് കണക്കാക്കണം. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് വിജയൻ്റെ മാത്രമാണ് നോക്കുന്നത്. മിസ്സിസ് വിജയൻ്റെ റെമ്യൂണറേഷൻ സാലറി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ മൈനറായിട്ടുള്ള മകനും മകളും മാത്രമേ നമ്മളിവിടെ പാരൻ്റായിട്ട് എടുക്കുന്നുള്ളൂ. ആ പാരൻറ്റിലാണ് അത് വന്നു ചേരുന്നത് കൊണ്ടാണ് വിജയൻ്റെ ഇൻകത്തിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മൈനർ സണ്ണും മൈനർ ചൈൽഡും പ്രത്യേകം ഈ പ്രോബ്ലത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യമുള്ളൂ. സെക്ഷൻ 1032 എന്ന് പറയുന്നതിൽ ഓരോ മൈനർ മക്കൾക്കും എത്ര വീതം കിട്ടും? 1500 രൂപ വീതം പാരൻറ്റിന് എക്സംഷൻ കിട്ടും എന്നുള്ള കാര്യമാണ്. ഇനി ഈ പേജ് നമ്പർ 20 എടുക്കുക. അതിലൊരു വലിയ പ്രോബ്ലമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് കഴിഞ്ഞ സെമ്മിൻ്റെ ഒരു റിവിഷനും കൂടിയാണ്. ഓരോ സ്പെഷ്യൽ കാൽക്കുലേഷനും കഴിഞ്ഞ സെമ്മിലെയും കൂടി റിവൈസ് ചെയ്തുകൊണ്ട് ആണ് നമ്മളത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡൗട്ടുള്ളവർ കഴിഞ്ഞ സെമ്മിൻ്റെ ബുക്ക് ഒന്ന് എടുത്ത് വയ്ക്കുക. അതും കൂടി റെഫർ ചെയ്തിട്ട് വേണം ഈ പ്രോബ്ലം ചെയ്യാമെന്ന് ഞാൻ ആദ്യം തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലം വായിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. ഓക്കെ,
The following particulars are furnished by Mr. Vijay for the previous year 2019-20. First topic namukkedukam. He owns a house having a municipal value of rupees 1 lakh and he has let it out on a monthly rent of rupees 10,000 on which he paid a municipal tax of 5% of the municipal value during the year. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ള ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയുടെ കാൽക്കുലേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് നമ്മൾ ഗ്രോസ് ആനുവൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആക്ച്വൽ റെൻറ്റ് നോക്കുക, അതുപോലെ തന്നെ നമ്മളുടെ മുനിസിപ്പൽ വാല്യൂ നോക്കുക, ഏതാണോ ഹയസ്റ്റ് വരുന്നത് അതാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. 10,000 രൂപ റെൻ്റ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 12 ചെയ്യുമ്പോൾ 1,20,000 രൂപയാണ് റെൻറ്റ് കിട്ടിയിട്ടുള്ളത്. ബട്ട് ദ മാർക്കറ്റ് വാല്യൂ ഈസ് 1 lakh വിച്ച് ഈസ് ദ ഗ്രേറ്റർ വൺ. ഏതാണ് വലുത്? 1,20,000 ആണ് വലുത്. അതുകൊണ്ട് അത് നമുക്ക് എന്തായിട്ട് എടുക്കാം? ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കാം. ഇവിടെ മുനിസിപ്പൽ ടാക്സ് 5% ഓൺ മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ വാല്യൂ എത്രയാണ്? 1,00,000 രൂപയാണ്. അതിൻ്റെ 5% എന്ന് പറയുമ്പോൾ 5,000 രൂപ. ഈ 5,000 രൂപ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഗ്രോസ് ആനുവൽ വാല്യൂയിൽ നിന്ന് മുനിസിപ്പൽ ടാക്സ് 5,000 രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ആനുവൽ വാല്യൂ. ഈ ആനുവൽ വാല്യൂവിൻ്റെ 30% സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. കഴിഞ്ഞ സെമ്മിൽ പഠിച്ചതാണ്. ഓക്കെ. സെക്കൻഡ് വൺ, ഹീ ഈസ് എംപ്ലോയിഡ് ഇൻ എ പ്രൈവറ്റ് ഫേം ആസ് എ കൺസൾട്ടൻറ്റ്. ഹീ ഗോട്ട് എ സാലറി ഓഫ് rupees 30,000 per annum, DA at the rate of 20% of salary and medical allowance of rupees 30,000 per annum. അപ്പോൾ 30,000 പെർ മന്ത് പറഞ്ഞതുകൊണ്ട് 30,000 ഇൻറ്റു 12 ചെയ്യണം. അതിൻ്റെ കൂടെ അതിൻ്റെ 20% നമുക്ക് ഡി എ കിട്ടുന്നുണ്ട്. സാലറി നമ്മുടെ 30,000 ഇൻറ്റു 12 എന്ന് പറയുമ്പോൾ എത്ര വരും? 3,60,000 വരും. അതിൻ്റെ 20% നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? ഡി എ ആയിട്ട് കണക്കാക്കാം. അതുപോലെ തന്നെ മെഡിക്കൽ അലവൻസ് കിട്ടുന്നുണ്ട്. മൂന്നും കൂടി ചേരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സാലറി വരുന്നത്. ഓക്കെ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, കഴിഞ്ഞ സെമ്മിൽ നമ്മൾ പഠിച്ചപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് 19-20 ആയതുകൊണ്ട് അസസ്മെൻറ്റ് ഇയർ 20-21 വരുന്നത് കൊണ്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ്റെ എമൗണ്ട് എത്രയാണ്? 50,000 രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടും. അപ്പോൾ കഴിഞ്ഞ സെമ്മിൽ കറക്റ്റായിട്ട് പഠിക്കാത്ത കുട്ടികൾക്ക് ഈ സെമ്മിൽ ഫോളോ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പ്രത്യേകം പറയാനുള്ള കാരണം ഇതാണ്. ഓരോ ക്ലോസും നമുക്ക് ബൈ ഹാർട്ട് ആയിരിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 രൂപ നമുക്ക് ഇവിടെ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഡിസ്കഷൻ മനസ്സിലായില്ലേ? ഇനി തേർഡ് വൺ, ഹീ ക്യാരീസ് ഓൺ എ ബിസിനസ് ഫ്രം വിച്ച് ഹീ ഏൺഡ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 2,40,000 ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓഫ് 20,000 ആൻഡ് എ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ 25,000. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അത് അലൗഡ് ആണോ? അല്ല, അത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അവിടെ നോട്ട് ചെയ്ത് വെക്കുക. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. പക്ഷേ നമ്മളുടെ ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 20,000 ബിഫോർ ചാർജിങ് തന്നതുകൊണ്ട് 2,40,000 നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ, കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അത് നമ്മൾ ആ സെറ്റ് ഓഫ് ഓർഡറിൽ തന്നെ പറഞ്ഞതുകൊണ്ട് ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2,40,000 നിന്ന് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കുറഞ്ഞിട്ടുള്ള തുകയായിരിക്കും പ്രോഫിറ്റ് ഫ്രം ബിസിനസ് എന്ന് പറയുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. Next one, during the year 2019-20, he received interest on bank deposit 1,35,000, that is the gross amount, and dividend from an Indian company of rupees 45,300. ഇന്ത്യൻ കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ നോൺ ടാക്സബിൾ ഐറ്റം. അപ്പോൾ അവിടെ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക, ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് നോൺ ടാക്സബിൾ ആണ്. അപ്പോൾ ഇവിടെ ടാക്സബിൾ ആയിട്ടുള്ള ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? ബാങ്ക് ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ കാൽക്കുലേഷൻ ഒന്നുമില്ല. അവിടെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ നമുക്ക് എടുത്താൽ മതി. ഓക്കെ. നെക്സ്റ്റ് വൺ, ഓൺ 18th February 2020, he sold a machinery of his business for rupees 40,000. It has a written down value of rupees 35,000 on 1/4/2019. ഇവിടെ റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് തന്നിട്ടുള്ളത്. പിന്നെ വേറെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. റിട്ടേൺ ഡൗൺ വാല്യൂ എത്ര തന്നിട്ടുണ്ട്? 35,000 രൂപയാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് എത്ര രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്? 40,000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ട്. അപ്പോൾ ഇൻകം ഫ്രം ബിസിനസ് എന്ന് പറയുന്നത് എത്രയാണ്? 40,000 ആണ്. പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു ക്ലോസ്
എല്ലാവർക്കും ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റിട്ടൺ ഡൗൺ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഇത് എന്തായിട്ട് കണക്കാക്കുള്ളൂ? ഷോർട്ട് ടേം ക്യാപിറ്റലായിട്ട് കണക്കാക്കുള്ളൂ, ഒരിക്കലും ലോങ് ടേം ക്യാപിറ്റലായിട്ട് കണക്കാക്കില്ല. അതോടൊപ്പം തന്നെ ലോങ് ടേം ക്യാപിറ്റലായിട്ട് കണക്കാക്കാത്തത് കൊണ്ട് ഇൻഡെക്സേഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ വീണ്ടും ഞാൻ റിമൈൻഡ് ചെയ്യാണ്, റിട്ടൺ ഡൗൺ വാല്യൂ ആണ് നമ്മൾ കണക്കിലെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടേ കണക്കാക്കുള്ളൂ? ഷോർട്ട് ടേം ക്യാപിറ്റലായിട്ട് കണക്കാക്കുള്ളൂ. അപ്പോൾ 35,000 രൂപയുടെ ക്യാപിറ്റലായിട്ടുള്ള ഒരു അസറ്റ് വിറ്റപ്പോൾ കിട്ടിയത് എത്ര രൂപയാണ്? 40,000 രൂപയാണ്. അപ്പോൾ ഇവിടെ 5,000 രൂപ നമുക്ക് എന്തുണ്ട്? ലാഭമുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ, ജ്വല്ലറി വർത്ത് rupees 1,70,000 വിച്ച് ഹി പർച്ചേസ്ഡ് ഓൺ 15th July 2016 and was sold for rupees 3 lakh on 18th March 2019. അപ്പോൾ ഇത് വാങ്ങിയിട്ടുള്ളത് 16 ആണ്, വിറ്റിട്ടുള്ളത് 2020 ആണ്. അപ്പോൾ നമുക്ക് വരുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ജ്വല്ലറി എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെങ്കിൽ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ള ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇല്ലേ? ഏത് വർഷമാണ് വിറ്റിട്ടുള്ളത്? 2020 March 18 ആയതുകൊണ്ട് നമ്മൾ ആ വർഷത്തെയാണ് എടുക്കുക. അതായത് 2019-20 എന്ന് പറയുന്ന ആ വർഷത്തെ നമുക്ക് ഇൻഡെക്സേഷൻ റേറ്റ് നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ വാങ്ങിയത് ഏത് വർഷമാണ്? 2016 ജൂലൈ ആണ്. അപ്പോൾ 2016-17 ഇൻഡെക്സ്ഡ് വാല്യൂ 264 രൂപയും കൂടെയും കണക്കിലെടുക്കണം. അപ്പോൾ നമുക്ക് കണക്കാക്കേണ്ടത് എങ്ങനെയാണ്? 1,70,000 ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 264 കാണുമ്പോഴാണ് ആ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമുക്ക് കണക്കിലാക്കാൻ പറ്റുന്നത്. അതാണ് നമ്മുടെ കൺസിഡറേഷൻ ആയിട്ടുള്ള 3 ലക്ഷത്തിൽ നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്ക് ആക്ച്വൽ ആയിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് കിട്ടുള്ളൂ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 42,598. അപ്പം നേരത്തെ പറഞ്ഞിട്ടുള്ള ജ്വല്ലറിയിൽ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നമ്മൾ ഇൻഡെക്സേഷൻ റേറ്റ് എടുത്ത് 3 ലക്ഷത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടിയിട്ടുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ ഈ പറഞ്ഞ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് പ്രീവിയസ് ഇയറിൽ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരു ലോങ് ടേം ക്യാപിറ്റൽ ലോസ് 42,598 നമുക്ക് സെക്ഷൻ 70-71 പ്രകാരം നമുക്ക് എന്തിൽ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൽ സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ഓഫ് rupees 3,000 വാസ് ക്യാരിഡ് ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഇയർ 2015-16. 15-16 നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്തിട്ടുള്ള ഒരെണ്ണമാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം? 4 വർഷത്തേക്ക് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനിൽ വന്നിട്ടുള്ളത് മാത്രമേ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ മെഷീനറിയിൽ നോക്കിയപ്പോൾ 5,000 രൂപ നമ്മൾ ലാഭം ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്കുണ്ട്. ആ ഗെയിനിൽ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ എത്ര രൂപയാണ്? 3,000 രൂപ ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ ക്യാരി ഫോർവേഡിൻ്റെ ഇയറും കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം ഇവിടെ നോക്കാൻ. ഇത് 2015-16 ആയതുകൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത് 2016-17 ആയതുകൊണ്ട് നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അപ്ലിക്കബിലിറ്റി, ചാർജബിലിറ്റി, ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ പ്രൊവിഷൻസ് ആസ് പെർ ദ ഇൻകം ടാക്സ് ആക്ട്. അതിൽ പറയുന്ന സെക്ഷൻ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇപ്പം നമ്മളുടെ ഓവറോൾ നമ്മളുടെ പ്രോബ്ലം ഡിസ്കഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ബേസിസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോവുകയാണ്. എല്ലാവരും ആസ് ഇറ്റ് ഈസ് 3 കോളമുള്ള ഒരു ടേബിൾ വരച്ചെടുക്കുക. എന്നിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ ആ ഓർഡറിൽ തന്നെ നമ്മൾ ചെയ്യണം. ഏതാണ് സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്? സാലറി, ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ സോഴ്സ് ഓഫ് ഇൻകം. ഇതിൽ ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സാലറിയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തപ്പോൾ ചെയ്തു വെച്ച ആ ഒരു പ്രൊസീജിയറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ബേസിക് സാലറി കാൽക്കുലേറ്റ് ചെയ്യണം. ബേസിക് സാലറി 30,000 × 12 ചെയ്യുമ്പോൾ 3,60,000 വരുന്നുണ്ട്. അതിൻ്റെ 20% ആണ് DA. അപ്പോൾ എല്ലാവരും 3,60,000 × 20% ചെയ്യുമ്പോൾ എല്ലാവർക്കും 72,000 കിട്ടും. അത് ഇന്നർ കോളത്തിൽ എഴുതി വയ്ക്കുക. മെഡിക്കൽ അലവൻസ് എന്ന് പറയുന്നത് അലവൻസ് ആണ്. അത് നമുക്ക് ടോട്ടൽ സാലറിയിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. 30,000 ഉണ്ട്.
അപ്പോൾ അത് മൂന്നും കൂടി ആഡ് ചെയ്യൂ. 3,60,000 ബേസിക് സാലറി, DA 72,000, മെഡിക്കൽ അലവൻസ് 30,000. അത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? 4,62,000 രൂപ കിട്ടും. ഇതിൽ നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? 50,000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം സാലറി എന്ന് പറയുന്നത് നെറ്റ് എമൗണ്ട് എത്ര രൂപ കിട്ടും? 4,12,000 കിട്ടും. അത് ഔട്ടർ കോളത്തിൽ എഴുതാം. എല്ലാവരും ചെയ്തില്ലേ? ഇനി നെക്സ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രോസ് ആനുവൽ വാല്യൂ കണക്കാക്കാനായിട്ട് റെൻറ്റ് കിട്ടിയിട്ടുള്ളത് 10,000 × 12 1,20,000. ബട്ട് ദ മുനിസിപ്പൽ വാല്യൂ ഈസ് 1,00,000. ഏതാണ് ഗ്രേറ്റർ ആയിട്ട് നിൽക്കുന്നത്? 1,20,000 ആണ്. അതുകൊണ്ട് തന്നെ ഗ്രോസ് ആനുവൽ വാല്യൂ 1,20,000 എടുക്കും. മുനിസിപ്പൽ ടാക്സ് 5% ഓൺ മുനിസിപ്പൽ വാല്യൂ എന്ന് പറഞ്ഞു. 1,00,000ൻ്റെ 5% കാണാൻ 5,000 രൂപ കിട്ടും. അത് ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ആനുവൽ വാല്യൂ എത്ര രൂപ കിട്ടി? 1,15,000 കിട്ടി. ഇനി സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓൺ ആനുവൽ വാല്യൂ ആണ്. 1,15,000 × 30% കാണാം. അപ്പോൾ എല്ലാവർക്കും 34,500 രൂപ കിട്ടും. കിട്ടിയില്ലേ എല്ലാവർക്കും? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 30% ഓൺ 1,15,000, ദാറ്റ് ഈസ് ₹34,500. ക്ലിയർ അല്ലേ? അപ്പോൾ 1,15,000 നിന്ന് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയിട്ടുള്ള 34,500 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി എത്ര രൂപ കിട്ടി? 80,500 കിട്ടി. അത് ഔട്ടർ കോളത്തിൽ എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ഇൻകം, ദാറ്റ് ഈസ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇവിടെ ബിസിനസ് ഇൻകം ആണ് പറഞ്ഞിട്ടുള്ളത് 2,40,000. അതിൽ കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള 20,000 ഡിഡക്റ്റ് ചെയ്യണം. പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഡിസലൗഡ് എക്സ്പെൻസ് ആയതുകൊണ്ട് അത് നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ 2,40,000 നിന്ന് കറണ്ട് ഇയർ ഡിപ്രീസിയേഷൻ കുറയ്ക്കുമ്പോൾ ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ എത്ര രൂപ കിട്ടി? 2,20,000 കിട്ടി. അത് ഔട്ടർ കോളത്തിൽ എഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിനിൽ 2 ഇൻകം ഉണ്ട്. സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുക. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉണ്ട്. ആദ്യം നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് റിട്ടൺ ഡൗൺ വാല്യൂ തന്നിട്ടുള്ളത് കൊണ്ട് മെഷീനറിയുടെ സെയിൽസ് കൺസിഡറേഷൻ 40,000 രൂപയിൽ നിന്ന് 35,000 രൂപ കുറയ്ക്കുമ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര രൂപ കിട്ടി? 5,000 രൂപ കിട്ടിയിട്ടുണ്ട്. പ്രീവിയസ് ഇയറിലെ ക്യാരി ഫോർവേഡ് ലോസ് 2015-16 3,000 രൂപ ഉണ്ട്. ഇവിടെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഉള്ളത് കൊണ്ട് പ്രീവിയസ് ഇയറിലെ ക്യാരി ഫോർവേഡ് ആയിട്ടുള്ള ഈ 3,000 രൂപ ഇവിടെ നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് 5,000 രൂപയിൽ നിന്ന് ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ് ബ്രോഡ് ഫോർവേഡ് 3,000 രൂപ ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നെറ്റ് ഇൻകം, നെറ്റ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എത്ര രൂപ വരുള്ളൂ? 2,000 രൂപ വരുള്ളൂ. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് ഐറ്റം ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ സെയിൽസ് കൺസിഡറേഷൻ ആദ്യം എഴുതി വയ്ക്കുക. എത്ര രൂപയാണ് നമുക്ക് ജ്വല്ലറി വിറ്റപ്പോൾ കിട്ടിയിട്ടുള്ളത്? 3,00,000 രൂപ കിട്ടിയിട്ടുണ്ട്. ആ 3,00,000 നിന്ന് നമ്മൾ ഡിഡക്റ്റ് ചെയ്യേണ്ടത് കോസ്റ്റ് ഓഫ് എക്വിസിഷൻ എന്ന് പറയുന്നത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്തണം. ഇൻഡെക്സ്ഡ് വാല്യൂ കണ്ടെത്താനായിട്ട് 1,70,000 × 289 ഡിവൈഡഡ് ബൈ 264. നമ്മളുടെ വിറ്റ വർഷത്തിൻ്റെ ഇൻഡെക്സ്ഡ് റേറ്റ് ആണ് 289 എന്ന് പറയുന്നതും അതുപോലെ തന്നെ വാങ്ങിയ വർഷത്തിൻ്റെ ഒരു ഇൻഡെക്സ്ഡ് വാല്യൂ ആണ് 264 എന്ന് പറയുന്നത്. 1,70,000 × 289 ഡിവൈഡ് ബൈ 264 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും? കാൽക്കുലേറ്ററിൽ എല്ലാവരും ഒന്ന് അടിച്ചു നോക്കൂ. 1,70,000 × 289 ഡിവൈഡ് ബൈ 264 ദാറ്റ് ഈസ് ഈക്വൽ ടു 1,86,098. കിട്ടിയില്ല എല്ലാവർക്കും? 1,86,098. ഇതാണ് നമ്മുടെ സെയിൽസ് കൺസിഡറേഷൻ എമൗണ്ട് ആയിട്ടുള്ള 3,00,000 നിന്ന് കുറയ്ക്കേണ്ടത്. അപ്പോൾ 3,00,000 മൈനസ് 1,86,098 എന്ന് പറയുമ്പോൾ എത്ര രൂപ നിങ്ങൾക്ക് കിട്ടും? 1,13,902. ക്ലിയർ അല്ലേ? എല്ലാവർക്കും കിട്ടിയോ? 1,13,902 രൂപ. ഇതിൽ നിന്ന് നമുക്ക് നേരത്തെ പ്രീവിയസ് ഇയറിലെ ബ്രോഡ് ഫോർവേഡ് ആയിട്ടുള്ള ലോസ് ഉണ്ട്. ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് 42,598. ഈ വർഷത്തെ ലോങ് ടേം ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന്, ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് പ്രീവിയസ് ഇയറിലെ
ലോസ് ബ്രോഡ് ഫോർവേഡ് 42,598 നമുക്ക് സെറ്റ് ഓഫ് ചെയ്യാവുന്നതാണ്. അത് സെറ്റ് ഓഫ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എത്ര രൂപയാണ്? ഡിഡക്റ്റ് ചെയ്ത് നോക്കൂ. 1,13,902 മൈനസ് 42,598 ദാറ്റ് ഈസ് ഈക്വൽ ടു 71,304. ഈ 71,304 ആണ് എവിടെ എഴുതേണ്ടത്? ഔട്ടർ കോളത്തിൽ എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നതിൽ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിനും കിട്ടി, അതുപോലെ തന്നെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും കിട്ടി. രണ്ടും നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? ഔട്ടർ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ 2000, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ 71,304. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇൻകത്തിലേക്ക് പോവാം. ലാസ്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് നോൺ ടാക്സബിൾ ഐറ്റം ആണ്. അത് നമുക്ക് നില്ലായിട്ട് എഴുതാം. പിന്നെ ഇവിടെ ടാക്സബിൾ ആയിട്ട് വരുന്നത് ഇൻട്രസ്റ്റ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് ആണ്. അത് ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്യുക. ഗ്രോസ് എമൗണ്ട് ആണ് തന്നിട്ടുള്ളത് 1,35,000. വേറെ ഒരു ഇൻകം ഫ്രം അതർ സോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഇൻകം ഫ്രം അതർ സോഴ്സ് എത്ര രൂപയാണ്? 1,35,000 ആണ്. ക്ലിയർ അല്ലേ? അത് ജസ്റ്റ് ഒന്ന് ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇൻകം, ഗ്രോസ് ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള എല്ലാ ഫിഗേഴ്സും നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? ഔട്ടർ കോളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇനി അതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഒന്ന് ആഡ് ചെയ്യൂ. 4,12,000 പ്ലസ് 80,500 പ്ലസ് 2,20,000 പ്ലസ് 2,000 പ്ലസ് 71,304 പ്ലസ് 1,35,000. ടോട്ടൽ എമൗണ്ട് എത്ര രൂപ കിട്ടി? 9,20,804. ദാറ്റ് ഈസ് ദ ഗ്രോസ് ടോട്ടൽ ഇൻകം. എല്ലാവർക്കും കിട്ടിയില്ലേ? ഗ്രോസ് ടോട്ടൽ ഇൻകം ദാറ്റ് ഈസ് ഈക്വൽ ടു 9,20,804. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്നത് ഡിസലൗഡ് എക്സ്പെൻസ് ആണ്. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എന്ന് പറയുന്നത് നോൺ ടാക്സബിൾ ഐറ്റം ആയതുകൊണ്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാത്തത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ കഴിഞ്ഞ സെമ്മിൽ പഠിച്ചിട്ടുള്ളതും കൂടിയും ഒരു റിവിഷൻ ക്ലാസ് ആയിട്ട് ഇത് കണക്കിലെടുക്കുക. അല്ലാതെ വേറെ റിവിഷൻ നമുക്ക് എടുക്കാനായിട്ട് സമയപരിധിയുണ്ട്. നന്നായി പഠിക്കുക കഴിഞ്ഞ സെമ്മിലെ. അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഈ ഫസ്റ്റ് മോഡ്യൂൾ നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇഫ് ദർ ഈസ് എനി ഡൗട്ട്സ് പ്ലീസ് ആസ്ക് ആൻഡ് ക്ലിയർ അറ്റ് ദ ടൈം ഓഫ് യുവർ ഇൻട്രാക്ഷൻ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.